പിണറായി വിജയൻ്റെ 10 വർഷത്തെ ഭരണത്തിനിടയിൽ അഴിമതി നടക്കാത്ത ഒറ്റ സ്ഥാപനവും കേരളം. ഏറ്റവും വിശ്വാസ്യത ഉണ്ട് എന്ന് പറയപ്പെടുന്ന PSCയിലാണ് ഇപ്പം ഏറ്റവും അധികം ഈ പിണറായി വിജയൻ്റെ സംഘത്തിൻ്റെ വിളയാട്ടം നടന്നിരിക്കുന്നത്. ഈ PSCക്ക് വിശ്വാസ്യത ഉണ്ടെന്ന് പറയുന്നതേ ഉള്ളൂ, ചുമ്മാതാണ്. ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതൊന്നുമല്ല. PSCയിലെ പരിപാടികൾ ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. എത്രയോ വർഷം മുമ്പ്, എനിക്കറിയാം 26 വർഷം മുമ്പ് നടന്ന ക്രമക്കേടുണ്ട്. പത്തനംതിട്ട ജില്ലയിലടക്കം PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നിട്ട് ഒരേ മാർക്ക് കിട്ടിയ ഒരുപാട് ആൾക്കാരുണ്ട്. മാത്രമല്ല പലപ്പോഴും PSCയുടെ വിശ്വാസ്യത ജനങ്ങൾക്ക് മുന്നിൽ മോശമാവുമെന്ന് കരുതി ഈ സംഭവങ്ങളെല്ലാം തന്നെ നേരെ അന്വേഷിക്കാതെ പോകുന്നൊരു പതിവ് പണ്ടുണ്ടായിരുന്നു കേട്ടിട്ടുണ്ട്. അത് തന്നെയാണ് പ്രശ്നം. PSCയുടെ വിശ്വാസ്യത പോകുന്ന അന്ന് ഞാനീ പറഞ്ഞ 2001 തോന്നുന്നു, 2001 കാലഘട്ടത്തിൽ ഒരു LDCയുടെ ക്വസ്റ്റ്യൻ പേപ്പർ വ്യാപകമായി ചോർന്നു. പത്തനംതിട്ട ജില്ലയിലൊക്കെ ഒരേ റാങ്ക് കിട്ടി, ഒരേ വീട്ടിലുള്ള 2 പേർക്കൊക്കെ ഒറ്റ മാർക്ക് കിട്ടിയത്. ഒരു വീട്ടിൽ 2 പേർക്ക് ഒറ്റ മാർക്ക്, അവർ 1ഉം 2ഉമായിട്ട് വന്നു. അതുപോലെ വയനാട്, കോട്ടയം, എവിടെയൊക്കെയാണ് അത് മുഴുവൻ ചോർന്നു. എന്നിട്ട് ഇവർ ഈ പരീക്ഷ റദ്ദാക്കുക, ആ റാങ്ക് ലിസ്റ്റ് റദ്ദാക്കുക. പോലീസിൽ നടന്ന ടെസ്റ്റിൽ യൂണിവേഴ്സിറ്റി കോളേജിലെ നേതാക്കന്മാർ ചോർന്നു. എന്നിട്ട് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ഇവർ തന്നെ ഒരു വിജിലൻസ് ഉദ്യോഗസ്ഥനെ വയ്ക്കുന്നു. എന്നിട്ട് PSCയുടെ വിജിലൻസ് ഉദ്യോഗസ്ഥൻ, ആ ഉദ്യോഗസ്ഥൻ അങ്ങോട്ട് ചെന്ന് ഇവരെ അങ്ങ് സ്വാധീനിച്ചിട്ട്, അതായത് ഇവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുത്ത് ഇവർ യോഗ്യരാണെന്ന് തെളിയും. ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്ന് അല്ലെങ്കിൽ ഉത്തരവ് എങ്ങനെ ഒരുപോലെ വന്നു, എല്ലാവരുടെയും ഉത്തരവ് ഒരുപോലെ വന്നു. അതായത് തെറ്റുള്ള ഉത്തരം അവർ എഴുതിയിട്ടില്ല. സാമാന്യ ബുദ്ധിയുള്ള ആർക്കും ഇത് കണ്ടുപിടിക്കാന്നുള്ളത് ഈസിയാണ്. സാമാന്യം ചോറണമെന്ന് ആർക്കറിയാം. ആകെ 100 ക്വസ്റ്റ്യൻ, അതിൽ 3 ഉത്തരത്തിന്റെ ഉത്തരം തെറ്റാണ്. സർക്കാരിൽ ഭരിക്കുന്ന കാലത്ത് അവരൊരാളുടെ പരമാവധി PSC അല്ല, ഇതിങ്ങനെയാണ്. ആകെ 100 മാർക്കിന്റെ ചോദ്യം, 3 ഉത്തരം തെറ്റാണ്. ഈ 3 ഉത്തരം ഇവർ അറ്റൻഡ് ചെയ്യുന്നില്ല. പക്ഷേ ഇവർക്ക് 97 മാർക്ക്. ഈ 97 മാർക്ക് കിട്ടിയ 4-5 പേരുണ്ട്. അതിൽ ഒരു വീട്ടിൽ നിന്ന് 2 പേര്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ അർത്ഥം എന്താ? ഒന്നുകിൽ ഇവർ കോപ്പി അടിച്ചു, അല്ലെങ്കിൽ ഇവർ ക്വസ്റ്റ്യൻ പേപ്പർ ഇവർ നേരത്തെ ചോർന്ന് കിട്ടി. അപ്പോൾ ഈ 2 പേരും 2 സ്കൂളിലാണ് പരീക്ഷ എഴുതിയത്. അപ്പോൾ എന്തായാലും ഇത് ചോർന്നതാണല്ലോ, അല്ല അടുത്തടുത്തിരുന്ന് എഴുതിയല്ലോ. അപ്പോൾ എന്താണ് അതിനകത്ത് ചെയ്യേണ്ടത്? ആ റാങ്ക് ലിസ്റ്റ് റദ്ദാക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. പക്ഷേ ആ റാങ്ക് ലിസ്റ്റ് റദ്ദാക്കിയാൽ, ഇവിടെ നീറ്റ് പരീക്ഷയുടെ പരീക്ഷ റദ്ദാക്കാൻ എല്ലാവരും കിടന്ന് ബഹളം വെക്കുന്നു, പരീക്ഷ റദ്ദാക്കുന്നു. അങ്ങനെ ഓരോ വിഷയം വരുമ്പോൾ റദ്ദാക്കാൻ പറയും. ഇവർ PSCയുടെ പരീക്ഷ എന്താ റദ്ദാക്കാത്തത്? PSC പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നും പറഞ്ഞ് ഇന്ന് വരെ റദ്ദാക്കിയിട്ട് കണ്ടു. മാത്രമല്ല പണ്ടത്തെ കാലത്ത് നമ്മൾ കേട്ടിട്ടുണ്ട് ചില സ്കൂളുകളെ ബ്ലാക്ക് ലിസ്റ്റ് പെടുത്തിയിട്ടുണ്ടെന്നാണ് PSC. കാരണം അവിടെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നതാണ്. പക്ഷേ ഈ ചോർന്നതുമായി ബന്ധപ്പെട്ട് പിന്നീട് അന്വേഷണം നടക്കുകയോ ഈ ഇങ്ങനെ ജോലി പിരിച്ചുവിടുകയോ ചെയ്തിട്ടില്ല. ഇത് ഞാനീ പറഞ്ഞ കേസിൽ സമുദായ സംഘടനയുടെ സ്കൂളിൽ നിന്നാണ് ഇത് ചോർന്നത്. സമുദായ നേതാക്കന്മാർ ഇടപെട്ടാണ് അത് അട്ടിമറിച്ചതെന്നുള്ളത് 100% സത്യമാണ്. ആ ആൾക്കാരൊക്കെ ഇപ്പോഴും സ്കൂളല്ല, ഇത് പലതും സമുദായ സംഘടന നടത്തുന്ന സ്കൂളിൽ നിന്നാണ് ചോർന്നതാണ്. പണ്ട് അങ്ങനെ ജോലിക്ക് കയറിയ ആൾക്കാരൊക്കെ ഇപ്പോഴും സർവീസിൽ തുടരും. പക്ഷേ ഇന്നേ വരെ PSCക്ക് അങ്ങനെ ഒരു സംഭവം വന്നിട്ടില്ല. എന്താണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ചയോ ഇതോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്നേ വരെ അത് PSCയുടെ ഭാഗത്തെ ഫോൾട്ടായിട്ട് അവർ ഒരിക്കലും കണ്ടെത്തിയിട്ടില്ല. ആർക്കെതിരെ നടപടി? ഈ ശിവജിത്തോ എന്തായിരുന്നു, 2 പോലീസ്, 2 CPMകാർ, SFIക്കാർ പിള്ളേരെ തിരുകാൻ വേണ്ടി ഇവന്മാർ നടത്തിയ കളികൾ അറിയാമല്ലോ. ഇപ്പം നമുക്കറിയാം 21 പേരാണ് PSC അംഗങ്ങൾ ഈ കൊച്ചു കേരളത്തിൽ. 14 ജില്ലയുള്ള കൊച്ചു കേരളം. ഇന്ത്യ മുഴുവൻ നിയമനം നടത്തുന്ന UPSC 8 പേരാ ഉള്ള ഇന്ത്യ മുഴുവൻ അതായത് സിവിൽ സർവീസ് അടക്കമുള്ള നിയമനങ്ങൾ നടത്തുന്ന, അതിൻ്റെ പ്രൊമോഷൻ തയ്യാറാക്കുന്ന, അത് ചെയ്തു കൊടുക്കുന്ന UPSC സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ 2 എണ്ണം ഉണ്ടല്ലോ. എന്നാലും വലിയൊരു ശതമാനം നിയമനങ്ങൾ ടോപ്പ് ലെവലുള്ള UPSC ആണ്. ഇപ്പം സിവിൽ സർവീസ് തലത്തിലെ നിയമനങ്ങൾ നടത്തുന്നവരാണ്. അതിൻ്റെ ഇൻ്റർവ്യൂവും മറ്റു കാര്യങ്ങളും എല്ലാം അവരാണ് നടത്തുന്നത്. പക്ഷെ കേരളത്തിൽ മാത്രം 21 PSC ആണ്. അല്ല, ഇത് രാഷ്ട്രീയ ഭിഷാന്തേഹികളെ ഇലക്ഷൻ തോറ്റവരെ അല്ലെങ്കിൽ സ്ഥാനം കിട്ടാതെ പോയതിനൊക്കെ കൊണ്ട് അക്കോമഡേറ്റ് ചെയ്യുന്നൊരു പ്രസ്ഥാനമായി മാറ്റിയത്. അപ്പോൾ ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഈ ആസൂത്രണ ബോർഡിൽ നടന്ന 3 ഉന്നത പദവിയിലേക്കുള്ള സംഭവം. അപ്പോൾ അതെന്താണ്, അവിടെ അന്തംഗമ്മിയെ നിയോഗിച്ചു. അതിന് നിയമിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? ഈ ആരുടെയും ഈ 9 മുതൽ 18 വരെയുള്ള ക്വസ്റ്റ്യൻ 10 ചോദ്യത്തിൻ്റെ ഉത്തരം നോക്കില്ല, 58 മാർക്കിൻ്റെ ഉത്തരം കിട്ടിയത് വെച്ച് അവരെ നിയമിക്കുന്നു. അതിനിടയ്ക്ക് നമുക്ക് വേറൊരു സംഭവം കിട്ടിയിട്ടുണ്ട്. ഇതേ ആസൂത്രണ കമ്മീഷനിൽ പത്തനംതിട്ടയിൽ ഒരു ലേഡി, അവർ മലയാളം ടൈപ്പ് റൈറ്റിംഗ് പാസ്സായിട്ട് അകത്ത് കയറേണ്ട ആളാണ്. അവർക്കറിയാവുന്ന ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്റിംഗ് ആണ്. അവരപ്പോൾ എന്ത് ചെയ്യുന്നു? അവർ മലയാളം ടൈപ്പ് റൈറ്റിംഗ് പാസ്സായെന്ന് പറഞ്ഞ് ഒരു വ്യാജരേഖ ഉണ്ടാക്കി ഇവിടെ ജോലിക്ക്. ഇത് ജോലിക്ക് കയറാൻ ഇവരെ പ്രൊമോഷനോ മറ്റോ വേണ്ടി ഇവർ വേറൊരാളുടെ പ്രൊഫൈലിൽ കയറി അവരുടെ വ്യാജരേഖ ഇതിൽ നിന്നുണ്ടാക്കി ഇവരുടെ വ്യാജരേഖ ചോദിച്ചു അവർക്കെതിരെ പത്തനംതിട്ട പോലീസ് കേസെടുക്കുന്നു. പക്ഷേ അവരെ വീണ്ടും പ്രൊമോട്ട് ചെയ്ത് വീണ്ടും തിരികെ കയറ്റാനുള്ള ശ്രമം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ PSCയിൽ. അതാണ് കാര്യം. PSC ഓഫീസിലാണോ പ്ലാനിംഗ് ബോർഡിലാണോ ഇത്? പ്ലാനിംഗ് ബോർഡിലാണ് ഇത്. പ്രൊമോഷൻ കൊടുക്കണമെങ്കിൽ PSC ആണല്ലോ. അപ്പോൾ അങ്ങനെ ഓരോന്നും. പിന്നെ അതുപോലെ
പലവിധ കാര്യങ്ങളിൽ ഇതിനകത്ത് വന്നിട്ടുണ്ട്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? ഈ PSCയെ സർക്കാരിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഭരണഘടനാ സ്ഥാപനമാണ് അത് ചട്ടപ്രകാരം ഭരണഘടനാ സ്ഥാപനമാണ് PSC. ഇന്നേ വരെ PSC ചെയർമാനോ അംഗങ്ങൾക്കോ എതിരെ ഒരു അന്വേഷണമോ ഇവർക്കൊരു നടപടിയോ വന്നിട്ടില്ല. ഏറിപ്പോയാൽ അതുപോലെ ക്രമക്കേടുകൾ കണ്ടുപിടിച്ചാൽ ഇവരെ ഒന്ന് സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്താം. അതും ഗവർണർക്കേ വഴിയുള്ളൂ. അങ്ങനെയാണ് ഇതിൻ്റെ. ശരിക്കും നമ്മൾ കേരള PSC ശുദ്ധീകരിക്കണമെങ്കിൽ ലോക്ഭവൻ മുന്നിട്ടിറങ്ങണം, ഗവർണർ മുന്നിട്ടിറങ്ങണം. അത് മാത്രമല്ല, PSCക്കെതിരെ ഒരു പരാതി വന്നാൽ അത് അന്വേഷിക്കുന്ന ആരാണെന്നറിയോ? അത് PSC തന്നെ അന്വേഷിക്കും. അതാണ് നമ്മുടെ നാട്ടിലൊക്കെ PSCക്കെതിരെ ഒരു പരാതി വന്നാൽ അത് പോലീസ് അല്ല, നമ്മുടെ നാട്ടിലൊക്കെ വേറൊരു ഡിപ്പാർട്ട്മെൻറ്റിലോ അല്ലെങ്കിൽ വേറൊരു വിഷയത്തിലോ പരാതി വന്നാൽ പോലീസ് വിജിലൻസ് അന്വേഷിക്കും. പക്ഷേ PSCയുടെ അന്വേഷിക്കുന്നത് PSCയുടെ ആഭ്യന്തര വിജിലൻസ് ആണ്. അതായത് കള്ളനെ കാവലേൽപ്പിക്കുക എന്നുള്ള ഒരു പരിപാടി. ഇത് സാധാരണ ഇതിൽ എനിക്ക് തോന്നുന്നു PSC വിജിലൻസ് ഓഫീസറായിട്ടൊക്കെ തന്നെ കേരള പോലീസിൻ്റെ ആളിലേക്ക് നിയോഗിക്കുന്നത് ഡെപ്യൂട്ടേഷനിൽ. അതെ. അപ്പോൾ പിന്നെ ഇവരെ സ്വന്തം ആളായി മാറി കഴിഞ്ഞിരിക്കുമല്ലോ കുറച്ച് ദിവസം കൊണ്ട്. എന്ത് പറ്റിയെന്ന് പറയും, തൊഴിലാളി. അപ്പം നമുക്കറിയാം, ഇവിടെ കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ മെയിലുകൾ കാണണം. റിസർച്ച് ഓഫീസർ, പിന്നെ എക്സൈസിൽ എന്തോ ഒരു പരീക്ഷ നടന്നതിൻ്റെ എല്ലാത്തിലും വ്യാപക ക്രമക്കേട്. ആ ക്രമക്കേടിൻ്റെ പിന്നാലെ ഈ പരാതികൾ മുഖ്യമന്ത്രിക്ക് നേരിട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്, PSC മെമ്പറാകാൻ വേണ്ടി പൈസ കൊടുത്ത് വാങ്ങിക്കാൻ വേണ്ടി ഇറുക്കൽ പാർട്ടി പുറകെ ഇറങ്ങുന്ന ആളുകളും ഉണ്ടെന്നല്ലേ പറയുന്നത്. എന്നിട്ട് മുഖ്യമന്ത്രിയെ കാണാൻ ചെയർമാൻ സന്ദർശനാനുമതി ചോദിച്ചു, അദ്ദേഹം കൊടുത്തില്ല. അത് കൊടുക്കാഞ്ഞ് എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ സ്വഭാവം അറിയാമല്ലോ. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന INTUC നേതാവ് സ്വീകരണം ഒരുക്കി വിളിച്ചു. തൂശനില വിളമ്പി മുറിച്ചു വെച്ചു, തുമ്പപ്പൂ ചോറ് വിളമ്പി, ആശിച്ച കറിയെല്ലാം വിളമ്പി വെച്ചു. പക്ഷേ പുല്ലുകൾ ഉറങ്ങിയിട്ടും പൂങ്കോഴി കരഞ്ഞിട്ടും വന്നില്ല തോഴിമാരെ എന്ന് പറയുന്ന പാട്ട് പോലെ അദ്ദേഹം ആ വഴിക്കൂടെ പോയില്ല. എന്ന് പറഞ്ഞാൽ PSC ചെയർമാൻ സന്ദർശനാനുമതി നൽകാത്തതും ഇവർക്കെതിരെ ഉയർന്നിരിക്കുന്ന പരാതികളെ തുടർന്ന് LDFൻ്റെ ഭരണകാലത്ത് ഒരുപാട് പേരെ തിരികിയിട്ടുണ്ട്. അന്വേഷണം, PSCക്കെതിരെ ഒരു അന്വേഷണം വരണം, PSCക്കെതിരെ ഒരു നല്ല ഓഡിറ്റിംഗ് വരണം. മാത്രമല്ല LDF സർക്കാരിൻ്റെ കാലത്ത് നിയമിച്ച PSC മെമ്പർമാരെ പശ്ചാത്തലം എന്താണെന്ന് ആദ്യം പരിശോധിക്കണം. അതെ, ഈ പറഞ്ഞതുപോലെ ഈ ഇർക്കൽ പാർട്ടികളൊക്കെ PSC മെമ്പർ സ്ഥാനം വരെ വിറ്റ് കാശാക്കി എന്നാണ് പറഞ്ഞതെങ്കിൽ അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് മനസ്സിലാക്കണം. ഒരു വിദ്യാഭ്യാസമുള്ളവർ തന്നെയാണ് അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്നാണ്. പിന്നെ പലപ്പോഴും ഈ സർക്കാരിൽ ഭരിക്കുമ്പോൾ സമുദായ നേതാക്കൾ സമ്മർദ്ദം ചെലുത്തും, എൻ്റെ സമുദായത്തിൽപ്പെട്ടവനാണ്. അങ്ങനെ സമുദായത്തിൻ്റെ കേരളത്തിൽ വന്ന ഒരുപാട് പേര് ആ കൂട്ടത്തിൽ കാണും. അതെ, ഈ PSC ചെയർമാനെയോ അംഗങ്ങളെയോ നീക്കം ചെയ്യണമെങ്കിൽ രാഷ്ട്രപതിക്കേ ഉള്ള അധികാരം. അത് പിന്നെ അതിനും ഒരു ഇതുണ്ട്. അതായത് സംസ്ഥാന സർക്കാരിൻ്റെ ശുപാർശയിൽ സുപ്രീം കോടതി നടത്തുന്ന അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിലെ രാഷ്ട്രപതി പറഞ്ഞാൽ ഇതിനകത്ത് ഇതൊരു ബാലി കയറാൻ മലയാണ്. ഇവരെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇവരെത്ര അഴിമതി നടത്തിയാലും ഇവരെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എത്ര ക്രമക്കേട്. ഒരു കേരള PSCയുടെ ഒരു കാര്യം ഞാൻ പറയാം. ഇവിടെ എന്തൊക്കെ തരികിട നടത്തിയെന്ന് പറഞ്ഞാൽ ഇവർ പരീക്ഷ റദ്ദാക്കുവോ, ഈ ചോദ്യപേപ്പർ ചോർച്ചയെക്കുറിച്ച് അന്വേഷണം നടത്തുവോ, ഇനി അഥവാ അത് അന്വേഷിച്ച് വന്നാലും ഇതിനകത്ത് ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞൊരു റിപ്പോർട്ടാകും ഉണ്ടാവുക. എന്നാൽ പരീക്ഷാ ക്രമക്കേടോ കോഴ വാങ്ങലോ പോലുള്ള കുറ്റകൃത്യങ്ങളിൽ വിജിലൻസിനോ പോലീസിനോ അന്വേഷണം നടത്താം. അതുകൊണ്ട് തന്നെ ഇതുവരെ ലഭിച്ച പരാതികൾ വിജിലൻസിന് കൈമാറുന്നതിന് സർക്കാരിൻ്റെ പൂർണ്ണ പരിഗണനയിലാണ്. അപ്പം PSC പൂർണ്ണമായിട്ട് CPM കൈക്കലാക്കിയ 10 വർഷം നേരത്തെയൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഒരാളെ എടുത്താൽ അവരുടെ കാലാവധി കഴിയാതെ ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ UDF സർക്കാരിൻ്റെ കാലത്ത് നിയമിക്കപ്പെട്ടവർ LDF സർക്കാരിൻ്റെ കാലത്ത് തുടർന്നിട്ടുണ്ട്. എന്നാൽ ഇത് അങ്ങനെയല്ല. ഇത് 10 വർഷം ആയതുകൊണ്ട് PSC ചെയർമാനാകുന്ന ഒരാളിന് എന്നും പോസ്റ്റാണ്. അദ്ദേഹം PSC ചെയർമാൻ സ്ഥാനം ഒഴിയുന്നു, അദ്ദേഹം നേരെ വഖഫ് ബോർഡിൻ്റെ ചെയർമാനാകുന്നു, അടുത്ത സ്ഥാനത്ത് പോകുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ചില ആൾക്ക് ഇവർ വഴിവിട്ട് PSCയിൽ ഉന്നത പദവി വഹിച്ചവർക്ക് ഇവർ നിരന്തരമായി LDF സർക്കാർ പദവി കസേര കൊടുത്തതിൻ്റെ ഇത് കണ്ടോ, ഇത് എന്തൊക്കെയാണെന്നറിയാമോ? ഒന്ന്, സംഘടനാ നേതാക്കളെ കൊണ്ട് ചോദ്യം തയ്യാറാക്കുന്നു. പരീക്ഷകളിലെ മാർക്ക് നേരത്തെ ചോർത്തും. ഏതാ? ഈ PSC അംഗങ്ങൾ. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ? ഇൻ്റർവ്യൂ ബോർഡിന് മുന്നിൽ വരുമ്പോൾ ഇവരുടെ അംഗത്തിന് ഇപ്പം മാർക്ക് കുറവാണെന്ന് വെച്ചോളൂ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരെണ്ണം കണ്ടു. ഒരു പരീക്ഷയുടെ മാർക്കാണ്. ഇവരുടെ അംഗത്തിന് ഇവർക്ക് വേണ്ടപ്പെട്ട ആൾക്ക് മാർക്ക് കുറവാണ്. അപ്പോൾ 1ാം റാങ്കുകാർക്ക് 79 മാർക്കോളം ഉണ്ട്. അപ്പോൾ 40 ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് 40 മാർക്കിൻ്റെയാണ്. അതുകൊണ്ട് ഇവരുടെ അംഗത്തിന് 60 മാർക്കും കാട്ടി. ഇവരുടെ അംഗത്തിന് 36 മാർക്കും ഇൻ്റർവ്യൂവിന് പരമാവധി മാർക്കും കിട്ടും കൊടുത്തു. അപ്പോൾ ഈ 1ാം റാങ്കിൽ എഴുത്തു പരീക്ഷയിൽ കിടന്ന ആളിന് 6 മാർക്കാണ് കൊടുത്തത്, 40. അത്രേ ഉള്ളൂ. അപ്പോൾ അവരെവിടെ പോയെന്നറിയോ? 4ാം സ്ഥാനത്ത് പോയി. ഇവരുടെ ഈ പുറകിൽ കിടന്ന ആളുണ്ടല്ലോ,
ഒന്നാം സ്ഥാനത്ത്, അവർക്ക് റാങ്ക് പട്ടിക ഒന്നാം സ്ഥാനത്ത് വന്നു. ഇത് പണ്ട് വരെയുള്ള ഒരു പരിപാടിയാണ്. ഈ ഇൻ്റർവ്യൂവിന് മാർക്ക് കൂട്ടിയിട്ട് റിട്ടേൺ ടെസ്റ്റിന് മാർക്ക് തീരെ കുറഞ്ഞ ആളുകൾ പോലും കടത്തി വിടുന്നതിൻ്റെ പരിപാടി പണ്ടുമുണ്ട്. അതുപോലെ ഈ ആസൂത്രണ ബോർഡിലെ പിന്നെ ഉന്നത പദവികളിലേക്ക് അല്ല, ആസൂത്രണ ബോർഡിലെ PSC പരീക്ഷാ ക്രമക്കേടിൽ ആഭ്യന്തര വിജിലൻസ്, PSCയുടെ ആഭ്യന്തര വിജിലൻസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. സിനി എഫ് ഡെന്നിസ് എന്ന് പറയുന്ന വിജിലൻസ് SP ആണ്. അദ്ദേഹം വിജിലൻസ് അല്ല, PSC വിജിലൻസിൻ്റെ SP ആണ്. അദ്ദേഹം ഞങ്ങളുടെ പത്തനംതിട്ടയൊക്കെ വിജിലൻസിൻ്റെ DYSP ആയിട്ട് ഇരുന്നയാളാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് പല വിധത്തിലുള്ള അട്ടിമറികളാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ഇടയ്ക്ക് നമ്മൾ ഇതുപോലെ ഈ എക്സൈസിലെ വിഷയം സംബന്ധിച്ച് നമ്മൾ ഒരു വാർത്ത കൊടുത്തിരുന്നു. അതെന്താണെന്നറിയാം, അത് ഓരോ 58 ചോദ്യങ്ങൾക്ക് അതായത് ഞാനത് എൻ്റെ കയ്യിൽ എൻ്റെ കണക്കുണ്ട്. ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പിൽ റിസർച്ച് ഓഫീസർ ഇതായിരുന്നു തസ്തിക. ഇതിനകത്ത് വലിയ അട്ടിമറി നടന്നു എന്ന് പറഞ്ഞ് ഉദ്യോഗാർത്ഥികൾ നമുക്കൊരു മെയിൽ അയച്ചു. അത് ഞാനൊന്ന് പറയാം, എൻ്റെ ഫോണിലുണ്ട് ആ സംഭവം. അതായത് ഇക്കണോമിക്സ് വിഭാഗത്തിലെ ചോദ്യങ്ങളിൽ 52% ഓപ്ഷൻ B ആയിരുന്നു ശരി ഉത്തരം. മാത്തമാറ്റിക്സിൽ 28%, സ്റ്റാറ്റിസ്റ്റിക്സിൽ 64%. അപ്പോൾ എന്താണ് ചോദിച്ചത്? എല്ലാ ഉത്തരത്തിൻ്റെ 72% ചോദ്യങ്ങളുടെ ഉത്തരം ഓപ്ഷൻ B ആണ്. അതായത് ഇന്ന ആൾക്കാരോട് അവർ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പോയി മൊത്തം B അങ്ങ് കറപ്പിച്ചോളാം. ഈ 72 എണ്ണവും B കറപ്പിച്ചോണ്ട് 72 മാർക്കാണ്. ഇതിന് ബാക്കി അവൻ അറ്റൻഡ് ചെയ്യുന്നില്ല. മനസ്സിലായി? ഇത് അറ്റൻഡ് ചെയ്തെങ്കിലല്ലേ മൈനസ് മാർക്ക് വരുന്നുള്ളൂ. ബാക്കി അവൻ അറ്റൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇങ്ങനെ നടന്ന വിവിധ പരീക്ഷകൾ, മെയ് ജൂൺ മാസങ്ങളിൽ നടന്ന വിവിധ പരീക്ഷകളുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലെ കണക്കുകൾ പരിശോധിച്ചാലും 100 ചോദ്യങ്ങളിൽ 54 എണ്ണത്തിൻ്റെ ഉത്തരം B ആയിരുന്നു എന്ന് വ്യക്തമാണ്. അതായത് കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്ത് ഇവർ നടത്തിയിട്ടുള്ള അഴിമതികളിൽ ഏറ്റവും പ്രധാനം ഇങ്ങനെയാണ്. എല്ലാ ചോദ്യത്തിൻ്റെയും ഉത്തരം അവർക്ക് ശാസ്ത്രീയമായി കള്ളത്തരം നടത്താം. തുടർച്ചയായി ആദ്യത്തെ അങ്ങനെ ഇപ്പം ഞാൻ പറയാം, 1 വിട്ട് ഞങ്ങൾ B ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ 2 കഴിഞ്ഞ് മൂന്നാമത്തേത് B ആണ്, അതാണ് ശരി ഉത്തരം. അങ്ങനെ പറഞ്ഞാൽ കൺഫ്യൂഷൻ ആകും. അത് കാരണം ഇവർക്കിത് കറപ്പിച്ചാൽ മതിയല്ലോ. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ കുറച്ചുകൂടെ സേഫ് എന്താണ്, ആദ്യത്തെ 1 തൊട്ട് 58 വരെ B ആണ്, നിങ്ങൾ കറപ്പിച്ചു. ഇവർക്ക് നിർദ്ദേശം അവർ വേറെ കറപ്പിച്ചു, അവർക്ക് റാങ്ക് ലിസ്റ്റ് വന്നു, 1ാം സ്ഥാനത്ത് വന്നു. ഇതാണ് സംഭവിച്ചത്. ഇത് മൊത്തം ഇനി ഇവർ പരീക്ഷാ പേപ്പർ നശിപ്പിച്ചോന്ന് നമുക്കറിയില്ല. നമുക്കറിയാം ഭരണം മാറുന്നതിന് തൊട്ട് മുമ്പ് സെക്രട്ടേറിയറ്റിൽ അവിടെ ഇരുന്ന ഫയലുകളെല്ലാം അരിഞ്ഞു തള്ളിയായിരുന്നു. അതുപോലെ ഇവർ അരിഞ്ഞു തള്ളിയോ എന്നറിയില്ല. എന്താണെങ്കിലും ശരി, PSC എന്ന് പറയുന്നത് കേരളത്തിൻ്റെ സാമൂഹിക നീതി അട്ടിമറിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വലിയ സംശയാസ്പദമാണ്. ഇവരുടെ നിയമനങ്ങൾ മുഴുവൻ സംശയാസ്പദമാണ്. ഇത് മൊത്തം പരിശോധിക്കേണ്ടതായിട്ട് കഷ്ടപ്പെട്ട് പഠിച്ച് കോച്ചിങ് സെൻറ്ററിലൊക്കെ പോയി പഠിച്ച കുട്ടികളുടെയൊക്കെ ഭാവി അവതാളത്തിലായിട്ടുണ്ട്. അവരെ സമ്പത്തും സമയവും നഷ്ടമാക്കിക്കൊണ്ട് ഒരുപാട് കുട്ടികളാണ് കരഞ്ഞു വിളിച്ച് നമുക്ക് മെയിൽ അയച്ചുകൊണ്ട്. നേതാക്കന്മാർ ബന്ധുക്കൾക്കും അവർക്ക് വേണ്ടപ്പെട്ടവരൊക്കെ കൊടുത്തു. പണ്ടാണെങ്കിൽ പാർട്ടിക്കാർ കൊടുക്കുകയുള്ളൂ. അതൊക്കെ പോയി. പാർട്ടിക്കാരൻ കൊടി പിടിക്കാൻ രാവിലെ ബ്ലേഡും കൊണ്ട് സെക്രട്ടേറിയറ്റ് പോയാൽ മതി. ബാക്കിയുള്ള ഇവരെ കുടുംബത്തിൽപ്പെട്ടവർക്ക് എല്ലാവർക്കും ഈ വലിയ ഉന്നത പദവികൾ കൊടുത്തിട്ടുള്ളത് ഉറപ്പാണല്ലോ. എന്തായാലും CPM നടത്തിയ വലിയ അട്ടിമറികളാണ് ഇത് വരുന്നത്. PSC ഒരിക്കലും PSCക്കെതിരെ നീങ്ങണമെങ്കിൽ അങ്ങനെ തന്നെ വേണം. വിജിലൻസ് അന്വേഷണം നടത്തണം, കുറ്റക്കാരായ കണ്ടെത്തണം, അനധികൃതമായിട്ട് കടന്നുകൂടിയവരെ മുഴുവൻ ജോലിയിൽ നിന്ന് പുറത്തു